Hi friends, all of you welcome to Amshu's PSC Tips. Category 4 Part 3-ലെ ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും 71 to 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും നോക്കി പോകാം. ഓക്കെ, 71. സൂർദാസ് के गुरु कौन थे? सूरदास के गुरु कौन थे? वल्लभाचार्य. सूरदास के गुरु कौन थे? वल्लभाचार्य. सूरदासिൻ്റെ ഗുരു വല്ലഭാചാര്യ. അടുത്ത 72. कौन सा वाक्य सही है? ശരിയായ വാക്യം ഏതാണ് തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻസ്: गाय से दूध दिया जाता है, गाय से दूध दी जाती है, गाय से दूध दिया जाती है, गाय से दूध दी जाता है. ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. गाय से दूध दिया जाता है. नेक्स्ट 73. पुलक प्रकट करती है धरती हरित तृणों की नोकों से. यह किस खंड काव्य की पंक्ति है? पुलक प्रकट करती है धरती हरित तृणों की नोकों से. यह किस खंड काव्य की पंक्ति है? തന്നിരിക്കുന്ന വരികൾ ഏത് ഖണ്ഡകാവ്യത്തിലേതാണ് എന്നാണ് ചോദ്യം. ആൻസർ പഞ്ചവടി. നമ്മുടെ കേറ്റഡ് 4 ഹിന്ദിയുടെ സിലബസിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കവിതയാണ്, ഖണ്ഡകാവ്യമാണ് പഞ്ചവടി എന്ന് പറയുന്നത്. മൈഥിലി ശരൺ ഗുപ്ത എഴുതിയ പഞ്ചവടിയിലെ വരികളാണ് തന്നിരിക്കുന്നത്. രാമായണത്തെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയൊക്കെ ഇതിവൃത്തമാക്കി മൈഥിലി ശരൺ ഗുപ്ത രചിച്ച ഖണ്ഡകാവ്യമാണ് പഞ്ചവടി. पुलक प्रकट करती है धरती हरित तृणों की नोकों से. इस खंड काव्य को पंक्ति है. यह किस खंड काव्य की पंक्ति है? पंचवटी. पंचवटी എഴുതിയത് മൈഥിലി ശരൺ ഗുപ്ത്, മറന്നു പോകരുത്. നെക്സ്റ്റ് 74. ब्रज. ब्रज शब्द का मतलब क्या है? ബ്രജ് ശബ്ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം, ബ്രജ് എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, ഹിന്ദിയിലൊരു ബോലിയാണ്. ഹിന്ദി മേം ഹേ, ഒരുപാട് ബോലിയുണ്ട് ഹിന്ദിയിൽ, അതിൽ 18ഓളം. അവധി, ബ്രജഭാഷ, കനൗജി, ബുന്ദേലി, അങ്ങനെ ഒരുപാട് ബോലിയ ഹിന്ദിയിലുണ്ട്. അത്തരത്തിലൊരു ബോലിയാണ് ബ്രജ്. എന്നാൽ ബ്രജിൻ്റെ അർത്ഥം എന്താണ്? ഗായോങ്ക സമൂഹം എന്നാണ് ബ്രജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഗായോങ്ക സമൂഹം എന്നാണ് ബ്രജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ബ്രജ് ഭാഷയിൽ തന്നെ ഉപബോലിയാമുണ്ട്. കനൗജി, ബുന്ദേൽഖണ്ഡി, രാജസ്ഥാനി എന്നൊക്കെ പറയുന്നത് ബ്രജ് ഭാഷയുടെ മറ്റ് ഉപബോലിയാമാണ്. സോ ബ്രജ് ശബ്ദ കാ മത്ലബ് ക്യാ ഹേ? ഗായോങ്ക സമൂഹ്. ഗായോങ്ക സമൂഹ്. നെക്സ്റ്റ് 75. പൂർവി ഹിന്ദി കി ബോലി ഹേ. തന്നിരിക്കുന്നതിൽ പൂർവി ഹിന്ദിയുടെ ബോലി, പൂർവി ഹിന്ദിയിലെ ബോലി എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രജ്, ഖടി ബോലി, ഭോജ്പുരി, അവധി. ഏതൊക്കെയാണ്? ബ്രജ്, ഖടി, ഭോജ്പുരി, അവധി. ഇതിൽ പൂർവി ഹിന്ദിയുടെ ബോലി എന്നറിയപ്പെടുന്നത് ഏതാണ്? അവധിയാണ്. അപ്പോൾ അവധിയെക്കുറിച്ച് 1-2 ചെറിയ കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചോളുക. അവധി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിന്ദി ലാംഗ്വേജ് ആണ്. അവധി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിന്ദി ലാംഗ്വേജ് ആണ്. ഇത് ഇൻഡോ ആര്യൻ ബ്രാഞ്ചിലെ ഒരു ലാംഗ്വേജ് ആണ് അവധി എന്ന് പറയുന്നത്. അവധി എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിന്ദി ലാംഗ്വേജ് ആണ്. ഇൻഡോ ആര്യൻ ബ്രാഞ്ചിൽ വരുന്നതാണ് അവധി. ഇത് നോർത്ത് ഇന്ത്യയിലാണ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായും അവധ് റീജിയനിൽ, ഉത്തർപ്രദേശിലെ അവധ് റീജിയനിലാണ് അവധി ഉപയോഗിച്ച് വരുന്നത്. അയോധ്യ എന്ന് പറയുന്ന, നമ്മുടെ രാമായണത്തിലെ ശ്രീരാമൻ്റെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോലി അല്ലെങ്കിൽ ഒരു ഭാഷയാണ്, വാക്കാണ് അവധി എന്ന് പറയുന്നത്. ഒക്കെ ഒന്നുകൂടെ നോക്കാം. പൂർവി ഹിന്ദി കി ബോലി ഹേ അവധി. നെക്സ്റ്റ് 76. കിസ് കൃതി കോ छंदों को अयाजब घर कहा जाता है? किस कृति को छंदों का अजायब घर कहा जाता है? തന്നിരിക്കുന്നതിൽ ഏത് കൃതിയെയാണ് ഛന്ദോങ്ക അജായബ് ഘർ അല്ലെങ്കിൽ ഒരു മ്യൂസിയം എന്നോ ഛന്ദോങ്ക മ്യൂസിയം എന്നോ അല്ലെങ്കിൽ ഡിക്ഷണറി എന്നോ നിഘണ്ടു എന്നൊക്കെ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കൃതിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്?
ഖുമാൻ രാസോ, ബീസൽദേവ് രാസോ, പൃഥ്വിരാജ് രാസോ, പർമാൽ രാസോ. ഈ തന്നിരിക്കുന്നതിൽ ഏത് രാസോയാണ് ചന്ദോംഗ് അജായിബ് ഘർ എന്ന് അറിയപ്പെടുന്നത്? ആൻസർ പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് രാസോയാണ് ചന്ദോംഗ് അജായബ് ഘർ എന്ന് അറിയപ്പെട്ടിരിക്കുന്നത്. പൃഥ്വിരാജ് രാസോയുമായി ബന്ധപ്പെട്ട 1-2 പോയിന്റ്സ് പറയാം. ഹിന്ദി ഭാഷയിലെ എപ്പിക് അല്ലെങ്കിൽ മഹാകാവ്യം എന്ന് തന്നെ, ആദ്യത്തെ മഹാകാവ്യം അല്ലെങ്കിൽ എപ്പിക് എന്ന് തന്നെ പറയാവുന്ന ഒരു കൃതിയാണ് പൃഥ്വിരാജ് രാസോ. പൃഥ്വിരാജ് ചൗഹാൻ की जीवन और चरित्र का वर्णन किया गया है. ഇതിൽ പൃഥ്വിരാജ് ചൗഹാന്റെ ജീവിതത്തെയും ചരിത്രത്തെയും കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ് രാസോ രചയിത എന്ന് പറയുന്നത് ചന്ദ് ബർദായി. പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദ് ബർദായിയാണ്. ഹിന്ദി കാ പ്രഥം മഹാകാവ്യ മാനാ ജാത്ത ഹെ. ഹിന്ദിയിലെ പ്രഥമ മഹാകാവ്യമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർമ്മിച്ചിരിക്കുക. ചന്ദോംഗ് അജായിബ് ഘർ മറ്റൊരു കൃതി കൂടെ ഹിന്ദിയിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട്, എങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇതാണ് ശരി. പൃഥ്വിരാജ് രാസോ ചന്ദോംഗോ അജായിബ് ഘർ കഹാ ജാത്ത ഹെ. ഇതിനെ ഇങ്ങനെ പറഞ്ഞതാരാണ്? ശിവസിംഗ് സേഗാർ. ശിവസിംഗ് സേഗാർ ആണ് പൃഥ്വിരാജ് രാസോയെ ചന്ദോംഗ അജായിബ് ഘർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം. പേഴ്സൺ के लिए पारिभाषिक शब्द क्या है? പേഴ്സൺ के लिए पारिभाषिक शब्द क्या है? പേഴ്സൻ്റെ എന്ന് പറയുന്നതിൻ്റെ പരിഭാഷ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് പ്രതിമാൻ, പ്രതിശത്, അനുതാപ്, ബഠ. ആൻസർ ഏതാണ്? പ്രതിശത്. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നില്ലേ, സ്ഥിരം കേൾക്കുന്നൊരു വേർഡാണ് പ്രതിശത്. നെക്സ്റ്റ് വൺ 78. कबीर दास को किस आलोचक ने वाणी का डिक्टेटर कहा है? ऑप्शंस रामचंद्र शुक्ल, हजारी प्रसाद द्विवेदी, मिश्र बंधु, राम कुमार वर्മ്മ. ഓപ്ഷൻ ആൻസർ ഏതാണ്? ഓപ്ഷനിലെ ആൻസർ ഹസാരി പ്രസാദ് ദ്വിവേദി. ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് കബീർ ദാസിനെ വാണി കാ ഡിക്റ്റേറ്റർ എന്ന് വിശേഷിപ്പിച്ചത്. നെക്സ്റ്റ് ചോദ്യം നമ്പർ 79. दासी भाव की भक्ति किस कवि को विशेषता है? दास्य भाव की भक्ति किस कवि की വിശേഷത है? ദാസ്യഭാവ് എന്ന് പറയുന്നത് ഏത് കവിയുടെ വിശേഷതയാണ്? ഓപ്ഷൻസ് നോക്കൂ. ബിഹാരിലാൽ, കബീർ ദാസ്, സൂർദാസ്, തുളസിദാസ്. തന്നിരിക്കുന്നതിൽ ആരുടെ കവിതയുടെ പ്രത്യേകതയാണ് ഭക്തി? ആൻസർ തുളസിദാസ്. ആൻസർ തുളസിദാസ്. നെക്സ്റ്റ് 80. തുളസിദാസ് की विनय पत्रिका की भाषा कौन सी है? തുളസിദാസിൻ്റെ കൃതിയാണ് വിനയ് പത്രിക. അതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയാണ്? ഓപ്ഷൻസ് നോക്കുക. അവധി, സാധുകടി, പിംഗൽ, ബ്രജ്. ഏത് ഭാഷയാണ് തുളസിദാസിൻ്റെ ഭാഷ എന്ന് പറയുന്നത്? ബ്രജ്. ബ്രജാണ് തുളസിദാസിൻ്റെ വിനയ പത്രികയിലെ ഭാഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 81. प्रमाण पत्र का समानार्थी पारिभाषिक शब्द है? തന്നിരിക്കുന്നതിൽ പ്രമാൺ പത്ര എന്ന് പറയുന്നതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത ഭാഷ ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ള ഭാഷ ഏതാണ്? അഡ്വാൻസ്, ആവറേജ്, പാറ്റേൺ, സർട്ടിഫിക്കറ്റ്. പ്രമാൺ പത്രത്തിൻ്റെ സമാനാർത്ഥി പരിഭാഷിക ശബ്ദ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ്. അടുത്ത 82 ആണ്. बिहारी सत्सई किस छंद में रचित काव्य है? बिहारी सत्सई किस छंद में रचित काव्य है? ബിഹാരി സത്സി എന്ന് പറയുന്നത് ഏത് ഛന്ദിൽ രചിക്കപ്പെട്ട കാവ്യങ്ങളാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ദോഹ, ചൗപ്പായ്, സോർട്ട, ഛപ്പായ്. ഇതിൽ ബിഹാരി സത്സി എന്ന് പറയുന്നത്
പ്രധാനമായും ശൃംഗാർ പ്രധാൻ രചന ഹെ. ബിഹാരി സത്സയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശൃംഗാർ പ്രധാൻ രചനയാണ് ബിഹാരി സത്സൈ എന്ന് പറയുന്നത്. പക്ഷെ അതോടൊപ്പം ഭക്തി, ജ്ഞാനം, കർമ്മ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. बिहारी सत्सई की रचना ब्रज भाषा में गई है और इसमें दोहा छंद का प्रयोग किया गया है. ഇതിൽ ഏതാണ് വന്നിരിക്കുന്നത്? എന്ത് ഛന്ദാണ്? ദോഹ ഛന്ദ്. ബിഹാരി സത്സൈ ദോഹ ഛന്ദ് മേ രചിത് കാവ്യ ഹെ. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർമ്മിക്കുക. പ്രധാനമായ രസം എന്ന് പറയുന്നത് ശൃംഗാര രസമാണ്. ബ്രജഭാഷയിലാണ് ബിഹാരി സത്സൈ സാധാരണ എഴുതാറുള്ളത്. बिहारी सत्सई दोहा छंद में रचित है. नेक्स्ट 83. आपका बंडी उपन्यास की लेखक कौन है? आपकी बंडी പഠിക്കാനുള്ള ടോപ്പിക്കിൽ സിലബസിലുള്ളതാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം. സിലബസ് പഠിച്ചിട്ട് ക്വസ്റ്റ്യനിലേക്ക് വന്ന് നോക്കുക. അപ്പം തന്നെ നമുക്ക് ഒരു 30% ആൻസർ ചെയ്യാൻ പറ്റും. സിലബസ് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വന്നാൽ പോലും ഒരു 30% ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. ഒരു കോൺഫിഡൻസ് കിട്ടും. അതായത് ക്വസ്റ്റ്യനിൽ ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ആപ്കാ ബണ്ടി ഉപന്യാസ് കി ലേഖിക കോൻ ഹെ. ആപ്കി ബണ്ടി എഴുതിയതാരാണ്? ഓപ്ഷൻസ്: മന്നു ഭണ്ഡാരി, ഉഷ പ്രേമദ, ചിത്ര മൃദുൽ, അനാമിക. ആരാണ് ആപ്കാ ബണ്ടി എഴുതിയത്? മന്നു ഭണ്ഡാരി. മന്നു ഭണ്ഡാരിയാണ് ആപ്കാ ബണ്ടി എഴുതിയത്. അടുത്ത 84. सर्वहारा के प्रति सहानुभूति किस काव्यधारा की विशेषता है? सर्वहारा के प्रति सहानुभूति किस काव्यधारा की विशेषता है? ഇത് ഏത് കാവ്യധാരയുടെ വിശേഷതയാണ്? ഏതാണ്? പ്രഗതിവാദ്, പ്രയോഗവാദ്, ഛായാവാദ്, പ്രകൃതിവാദ്. ഇതിൽ സർവഹാരക്കെ പ്രതി സഹാനുഭൂതി എന്ന് പറയുന്നത് ഏത് കാവ്യധാരയുടെ വിശേഷതയാണെന്ന് വെച്ചാൽ പ്രഗതിവാദ്. പ്രഗതിവാദിൻ്റെ വിശേഷതയാണ്. എന്താണ് പ്രഗതിവാദം എന്ന് പറയുന്നത്? ഒരു മാർക്സിയൻ രീതി ആണ് പ്രഗതിവാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേക സമാജിക്ക് സുഖ ദുഃഖ കാ ചിത്രൺ പ്രസ്തുത കർണ ഹി പ്രഗതിവാദ് കാ ലക്ഷ്യം. ചില വിഭാഗം, ചില കാറ്റഗറി, ലോവർ കാറ്റഗറി എന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കവിതകൾ എഴുതുന്ന ഒരു രീതിയാണ് പൊതുവെ പ്രഗതിവാദെന്ന് പറയുന്നത്. അതാണ് നമ്മൾ മാർക്സിയൻ രീതിയിലൊക്കെ സമാനമായതെന്ന് പറയുന്നത്. നാഗാർജുൻ, ശിവമംഗൽ സിംഗ് സുമൻ തുടങ്ങിയവരെന്ന് പറയുന്നത് പ്രഗതിവാദിലെ പ്രധാനപ്പെട്ട കവികളാണ്. वो सर्वहारा के प्रति सहानुभूति किस काव्यधारा की विशेषता है? प्रगतिवाद. प्रगतिवाद का विशेषता है. नेक्स्ट, बिहारी लाल किस राजा के दरबारी कवि थे? बिहारी लाल ഏത് രാജാവിൻ്റെ ദർബാറിലെ കവിയായിരുന്നു? രാജ ജയസിംഗ്, സമ്രാട്ട് അക്ബർ, രാജ മാൻസിംഗ്, മഹാരാണ സാംഗ. ഏത് രാജാവിൻ്റെ ദർബാരിയായിരുന്നു ബിഹാരിലാൽ എന്ന് വെച്ചാൽ രാജ ജയസിംഗ്. രാജ ജയസിംഗിൻ്റെ ദർബാരിയായിരുന്നു ബിഹാരി ലാൽ. നെക്സ്റ്റ് ചോദ്യം നമ്പർ 86. ക്രിയ കിസ്സെ ബൻതി ഹെ. തന്നിരിക്കുന്നതിൽ വെച്ച് പറയുക. ക്രിയ കിസ്സെ ബൻതി ഹെ. ക്രിയ കിസ്സെ ബൻതി ഹെ. ഉപസർഗ് സെ, അവ്യയ സെ, പ്രത്യയ സെ, ധാതു സെ. അത് കറക്റ്റായിട്ട് നമുക്കറിയാം. ധാതു സെ. ക്രിയ ധാതു സെ ബൻതി ഹെ. അടുത്ത 87. രാമചരിതമാനസ് में कितने कांड है? രാമചരിതമാനസത്തിൽ എത്ര കാണ്ഡങ്ങൾ? നമ്മൾ അധ്യായം എന്ന് പറയും പോലെ രാമചരിതമാനസത്തിൽ എത്ര കാണ്ഡങ്ങളാണുള്ളത്? 7 കാണ്ഡങ്ങളാണുള്ളത്. മറന്നു പോകരുത്. രാമചരിതമാനസത്തിൽ 7 കാണ്ഡ്, 7 കാണ്ഡങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിജൻ വൻ വല്ലരി पर सोती दी सुहाग भरी स्नेह स्वप्न मग्न यह किसकी पंक्ति है? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. വിജൻ വനവല്ലരി पर सोती दी सुहाग भरी स्नेह स्वप्न मग्न यह किसकी पंक्ति है? ഇത് ഏതിലെ വരികളാണ്? നമുക്കുള്ള സിലബസിൽ തന്നെ വരുന്നതാണ്. നിരാല. സൂര്യകാന്ത് ത്രിപാഠി നിരാലയുടെ കവിതയാണ്
കവിതയിലെ വരികളാണ് ഈ പറയുന്ന വിജന വനവല്ലരി പർ സോത്തിധി സുഖാഗുഭരി സ്നേഹ സ്വപ്നമഗ്ന. കവിത ഏതാണ്? കവിത എന്ന് പറയുന്നത് ജുഹി കി കലി. ജുഹി കി കലി എന്ന് പറയുന്ന കവിതയാണ്. ജുഹി കി കലി എന്ന് പറയുന്ന സൂര്യകാന്തി ത്രിപാഠി നിരാലയുടെ കവിതയാണ്. കവിതയിലെ വരികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ബച്പൻ ഖുശിയാം ലാത്ത ഹെ വാക്യ में बचपन संज्ञा के किस भेद में आता है? ബച്പൻ ഖുശിയാം ലാത്ത ഹെ എന്ന് പറയുന്നതിൽ ബച്പൻ കാ സംജ്ഞ കെ കിസ് ഭേദ മേം ആത്താ ഹെ, അത് ഏത് സംജ്ഞയിലാണ് വരുന്നത്? ആൻസർ ഭാവവാചക്. ഭാവവാചക് സംജ്ഞ. ഭാവവാചക് സംജ്ഞയിലാണ് ബച്പൻ ഖുശിയാം ലാത്ത ഹെ വരുന്നത്. നെക്സ്റ്റ് 90. സാഖി ശബ്ദ കെ ക്യാ താത്പര്യ ഹെ? സാഖി ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? സാഖി തന്നിരിക്കുന്ന ഓപ്ഷനിൽ സാഖിയുമായി റിലേറ്റഡ് ആയി വരുന്ന വേർഡ് ഏതാണ്? ശിക്ഷ, സാക്ഷി, സാധി, സാർ. സാഖി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചേരുന്ന വേർഡ് എന്ന് പറയുന്നത് സാധി. സാഖി എന്ന് പറയുന്നതിന് ചേരുന്ന വേർഡ് സാധി.